ശ്രീനാരായണ പരമഗുരവേ നമഃ. വിദ്വാൻ വിദ്വജനങ്ങൾ കലസനലസരായോർക്കുമജ്ഞൻ വൃദ്ധന്മാർക്കൊക്കെ ബഹുവിലസതമായി ഹന്തബാലർക്ക് ബാലൻ സദ്യോഗീന്ദ്രർക്ക് യോഗീശ്വരനത സകല ജ്ഞാനിനാജ്ഞാനിവര്യൻ സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ നാരായണ ഗുരുവരനൻ നൻപിൽ ഞാൻ കുമ്പിടും നീ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാഷി ശരചന്ദ്രമരീചികേ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിൻ അംഗങ്ങൾക്കും മറ്റെല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗ്രൂപ്പിന്റെ ഏതാണ്ട് 8ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യം എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരു സ്വാമികൾ അരിയൂപ്പുറത്ത് സ്വയംഭൂവായ മഹാലിംഗ ശിവ പ്രതിഷ്ഠയോടുകൂടി തൻ്റെ കർത്തവ്യപഥത്തിലേക്ക് കടന്നു. തുടർന്ന് പല പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ബാലമുരുകനെ പ്രതിഷ്ഠിച്ച് കുമരകത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയെടുത്തു. ആ കുമാരമംഗലം ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചരിത്രമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. 122 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1903 സാമ്പത്തികമായും അറിവിലും എല്ലാം അങ്ങേയറ്റം പിറകിൽ നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കുമരകം. ഏതാണ്ട് 2400 ഈഴവ കുടുംബങ്ങൾ. എന്നിരുന്നാലും അന്ന് അവർ ഒരു ഈഴവ മഹാസഭ ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർക്കൊരാഗ്രഹം, നമുക്കും ഒരു ക്ഷേത്രം വേണം. അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ ചെന്ന് കാണുക. അങ്ങനെ കൂട്ടത്തിൽ പ്രമാണിമാരായ 7 പേർ ഭഗവാനെ കാണാൻ യാത്രയായി. അന്ന് വാഹന സൗകര്യം ഒന്നുമില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അവർ ഒരു കെട്ടുവള്ളത്തിൽ യാത്രയിൽ വേണ്ട പലചരക്കുകളും മറ്റ് സാധന സാമഗ്രികളുമായി യാത്രയായി. 3-4 ദിവസത്തെ വ്രതമെടുത്താണ് അവർ പോയത്. ഏതാണ്ട് കായംകുളം എത്തി. അപ്പോൾ ഒരു കൊച്ചു വള്ളത്തിൽ 2 പേർ മീൻ വിൽക്കാൻ കിഴക്കോട്ട് പോകുന്നത് അവർ കണ്ടു. അത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് അല്പം മത്സ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായി ഭക്ഷണം കഴിക്കാം എന്ന തോന്നലുണ്ടായി. ഇനിയും 3-4 ദിവസം കൂടി യാത്ര ചെയ്താലല്ലേ ശിവഗിരിയിൽ എത്താൻ പറ്റുകയുള്ളൂ. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോട് അത് പറയുകയുണ്ടായി. അവർക്ക് സമ്മതം. അവർ വള്ളം നിർത്തി മത്സ്യം വാങ്ങി. ഏതാണ്ട് കൊല്ലം സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തെത്തി. ആ മുനമ്പിൽ വള്ളം നിർത്തി അവർ ഭക്ഷണം പാകം ചെയ്തു. എല്ലാവരും കപ്പയും ചോറും മത്സ്യവും കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടത്തിൽ പ്രമാണിയായ ചൂരപ്പറമ്പിൽ ചേന്നൻ മീൻ ചട്ടിയിൽ അല്പം ചോറിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരായ നെല്ലിപ്പറമ്പിനോട് പറഞ്ഞു, നല്ല സ്വാദാണ് ചങ്ങാതി. എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ശിവഗിരിയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് സ്വാമി അവിടെയില്ല, അരിയൂപ്പുറത്താണ്. വള്ളം അവിടെ ഇട്ട് കാൽനടയായി അരിയൂപ്പുറത്തേക്ക് അവർ യാത്രയായി. അവിടെ എത്തി കുളിച്ച് ശുദ്ധിയായി സ്വാമിയെ കാണാനുള്ള അനുവാദം വാങ്ങി. അകത്തേക്ക് ചെന്നപ്പോൾ സ്വാമി അവരെ ഒന്ന് നോക്കി. എവിടെയുള്ളവർ? ഞങ്ങൾ കുമരകംകാരാണ് സ്വാമി. ഓ, വേമ്പനാട്ടുകായലിന്റെ കിഴക്കുവശമുള്ളവർ. മത്സ്യവും കക്കയും ഉപജീവന മാർഗം. സാധുക്കൾ. പ്രധാന ആഹാരം മത്സ്യവും മരച്ചീനിയും. സ്വാമി പറഞ്ഞു. കൂട്ടത്തിൽ അല്പം ഭേദമുള്ളവർ മത്സ്യം പാകം ചെയ്ത ചട്ടിയിൽ ചോറ് പുരട്ടി കഴിച്ചാൽ ബഹുരുചിയാണല്ലേ? സ്വാമി പറയുകയാണ്. അവർക്ക് മനസ്സിലായി
അവർ വന്ന വഴിയിൽ ചെയ്തതൊക്കെ സ്വാമി അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ കുശലം പറഞ്ഞിരിക്കുന്ന സമയത്ത് കുമരകത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി സ്വാമി തിരക്കി. എന്നിട്ട് ഒരു മുൻവിധി പോലെ പറയുകയുണ്ടായി, അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ ഒരു കൂടിപ്പള്ളിക്കൂടം ഉണ്ടാക്കി നാട്ടാശാന്മാരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവരും അത് കേട്ട് ഭവതിയോടെ നിന്നു. അവർ അവരുടെ ആഗമനോദ്ദേശം സ്വാമിയോട് പറഞ്ഞു. സ്വാമി, ഞങ്ങളുടെ നാട്ടിൽ വരുമോ? നാം അവിടെ വന്നാൽ എവിടെയിരിക്കും? ശരിയാണ്, മത്സ്യവും മാംസവും പക്ഷി മൃഗാദികളുമൊക്കെയായി ആകെ വൃത്തിഹീനമായ വീടുകൾ. അവരെല്ലാം കൂടിയിരുന്ന് ആലോചിച്ചു. സ്വാമി, ഞങ്ങളൊരു മഠം പണിതിട്ട് സ്വാമിയെ അറിയിക്കാം. അങ്ങനെ അവർ അരുവിപ്പുറത്തു നിന്നും തിരികെ വരുന്ന വഴി എവിടെ മഠം പണിയും എന്ന ആലോചനയിലായി. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ചൂരപ്പറമ്പിൽ ചേന്നൻ പറഞ്ഞു, തന്റെ കൊപ്രാക്കളം തോടിന്റെ തീരത്ത് തന്നെയാണ്, ശുദ്ധവായുവും ലഭിക്കും. സ്വാമി വന്നാൽ അധികം നടക്കുകയും വേണ്ട. അദ്ദേഹം തന്റെ ആശയം സുഹൃത്തുക്കളോട് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവർ കുമരകത്തെത്തി. പെട്ടെന്ന് തന്നെ മഠത്തിന്റെ പണികൾ ആരംഭിച്ചു. ഭജനസമിതിക്കാരും മറ്റുള്ള ജനങ്ങളെല്ലാവരും ചേർന്ന് അതിനു വേണ്ട ഓലയും മറ്റ് സാധനങ്ങളെല്ലാം അടുപ്പിച്ചു. കൂടെ ഒരു കുടിപ്പള്ളിക്കൂടവും പണിത് നാട്ടാശാന്മാരെ കൊണ്ട് കുട്ടികളെ വിദ്യ പഠിപ്പിക്കുവാൻ തുടങ്ങി. അതിനുശേഷം കൊച്ചുപിള്ള പണിക്കരും തന്റെ സുഹൃത്തുക്കളും ശിവഗിരിയിൽ പോയി സ്വാമിയെ വിവരമറിയിച്ചു. ഓ, ഉത്സാഹമുണ്ടല്ലോ. നാം ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയിൽ എത്തുമ്പോൾ വിവരമറിയിക്കാം എന്ന് സ്വാമി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്കകം സ്വാമി മട്ടാഞ്ചേരിയിൽ എത്തുന്ന വിവരം അറിയിപ്പ് കിട്ടി. കൊച്ചുപിള്ള പണിക്കരും കുറെ ഭൃത്യന്മാരുമായി വാദ്യമേളങ്ങളോടുകൂടി ഒരു ചുരുളൻ വള്ളത്തിൽ മട്ടാഞ്ചേരിക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സ്വാമി കൂട്ടത്തിൽ കറുത്ത തോൾസഞ്ചിയിട്ട ഒരാളുമായി വള്ളത്തിൽ കയറിപ്പോയി എന്ന്. വളരെ സങ്കടമായി. നമുക്കറിയാം, സ്വാമിയുടെ ഒരു രീതി അതാണല്ലോ. ഇവരെ കാണാതെ തൊട്ടുപുറകെ നെല്ലിപ്പറമ്പൻ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരുമായി മറ്റൊരു ചുരുളൻ വള്ളത്തിൽ എത്തി. രണ്ടു കൂട്ടരും പരസ്പരം കണ്ടു. സ്വാമി അവിടുന്ന് യാത്രയായി എന്നറിഞ്ഞ അവർ രണ്ടു വള്ളങ്ങളിലും നിരാശയോടെ തിരിച്ചു പോന്നു. ജനങ്ങളെല്ലാം സ്വാമി വരുന്നതറിഞ്ഞ് ജാതി മതഭേദമന്യേ തോടിന്റെ ഇരുവശവും സ്വാമിക്ക് കാഴ്ചവസ്തുക്കളുമായി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് സ്വാമി അവിടെ നിന്നും പോയി എന്ന വിവരം. അതേസമയം നെല്ലിപ്പറമ്പൻ തങ്ങൾ പണിത മഠത്തിന്റെ തിണ്ണയിൽ ആരോ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. മറ്റൊരാൾ ചമ്രം പടഞ്ഞ് ഒരു തോൾസഞ്ചിയുമായി നിലത്തിരിക്കുന്നു. നെല്ലിപ്പറമ്പന് അപ്പോൾ തന്നെ അത് സ്വാമിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം വള്ളത്തിലിരുന്ന് ഉറക്കെ വിളിച്ചു കൂവി, സ്വാമികൾ വന്നേ, സ്വാമികൾ വന്നേ. ജനങ്ങളെല്ലാം അലമുറയിട്ട് ഓടി വന്ന് മഠത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. കൊണ്ടുവന്ന കാഴ്ചദ്രവ്യങ്ങൾ ഒക്കെ സ്വാമിക്ക് സമർപ്പിച്ച് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ തോട്ടിലിറക്കി കുളിപ്പിച്ച് അവരെ കൊണ്ട് നാമങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. സ്വാമി കൊച്ചുപിള്ള പണിക്കരെ അടുത്തേക്ക് വിളിച്ചു. ഇനി ഇവിടെ ഒരു ക്ഷേത്രം വേണം. സ്വാമിയുടെ ഇഷ്ടം പോലെ, അവർ പറഞ്ഞു. ഒരു കല്ലാശാരിയും ഒരു മരയാശാരിയും ഒരു തട്ടാനും വേണം. ആ വേളയിൽ 3-4 ദിവസം സ്വാമി അവിടെ താമസിച്ചിരുന്നു. ആൾക്കാരെല്ലാം ഓടി നടന്ന് ആശാരിയായും തട്ടാനെയും മരയാശാരിയും ഒക്കെ കൊണ്ടുവന്നു. കല്ലാശാരിയോട് സ്വാമി പറഞ്ഞു, കല്ലിലൊരു ചിത്രകൂടം പണിയണം. മരയാശാരിയോട് പ്ലാവിലൊരു പീഠം പണിയണം. തട്ടാനോട് വെള്ളിയിലൊരു വേലം പണിയണം. അങ്ങനെ 2-3 ദിവസത്തിനകം ഒരു ക്ഷേത്രത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞു. ഭഗവാൻ തന്റെ കൂടെ വന്ന പപ്പുവിനോട് പറഞ്ഞു, തന്റെ തോൾ സഞ്ചിയിൽ സുബ്രഹ്മണ്യന്റെ ഒരു ചില്ലിട്ട ചിത്രമുണ്ട്, അത് വൃത്തിയാക്കുക. പപ്പു അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി. ഏതാണ്ട് സന്ധ്യാസമയം 1903 ഭഗവാൻ തന്റെ നെഞ്ചോട് ചേർത്ത് ആ ഫോട്ടോയിൽ നോക്കി പടിഞ്ഞാറേക്ക് നോക്കി ഒരേ നിൽപ്പ്. എല്ലാ ഭക്തജനങ്ങളും ഇരു കൈകളും കൂപ്പി ആ ക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്.
ഏതാണ്ട് വെളുപ്പാൻകാലമായി. ഒരു ദിവ്യ ജ്യോതിസ് എല്ലാവരുടെയും കണ്ണുകളിലേക്ക് പ്രവഹിക്കുന്നതായി അനുഭവപ്പെട്ടു. കണ്ണുകൾ ചിമ്മി അടഞ്ഞു. പെട്ടെന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ ഭഗവാൻ പപ്പുവിനോടായി പറഞ്ഞു, ഇനി പൂജിക്കാം. ഈ സമയത്ത് ഭഗവാൻ കിഴക്കോട്ട് ദർശനത്തിലായിരുന്നു. അവിടെ ചിത്രകൂടവും ആ പലകയും വേലും ചില്ലിട്ട ഫോട്ടോയും ഭഗവാൻ പ്രതിഷ്ഠിച്ചു. കുമരകർക്ക് കുമാരനെ മതി. അവർ സാധുക്കളാണ്, പാവങ്ങളാണ്. അവർക്കെല്ലാം ഉണ്ടാകും, എല്ലാം ഉണ്ടാകണം. ശ്രീ കുമാരമംഗലം ക്ഷേത്രം എന്ന് നാമകരണം ചെയ്തു. നമുക്കെല്ലാം അറിയാം, ഇന്ന് ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിന്റെ ഒരു ഉന്നതിയോടുകൂടി തന്നെ കുമരകം എത്രമാത്രം പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് എന്ന്. ഇന്ന് അതുപോലെ തന്നെ ഈ സമയത്ത് ഗുരു അവിടെ താമസിച്ചിരുന്ന സമയത്താണ് ഒരു ദിവസം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചുകുട്ടി മീൻ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം ഗുരു ആ കൊച്ചുകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മത്സ്യങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങനെ ദ്രോഹം ചെയ്യരുത്, നീ നമ്മുടെ കൂടെ വരുന്നോ എന്ന്. ആദ്യം ആ കുട്ടിക്കൊരു ഭയമുണ്ടായെങ്കിലും അവൻ വീട്ടിൽ ചെന്ന് അനുവാദം ചോദിച്ച് തിരികെ എത്തി സ്വാമിയുടെ കൂടെ വരാമെന്ന സ്വാമിയെ അറിയിച്ചു. അങ്ങനെ സ്വാമി പ്രതിഷ്ഠയ്ക്ക് ശേഷം തിരികെ ശിവേരിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുമായി തിരികെ പോയി. അവിടെ ചെന്ന് ആ കുട്ടിയെ വൈദ്യം പഠിപ്പിച്ചു. ഒരു ദിവസം സ്വാമി അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കരമായ ജ്വരമുണ്ടായി. ഏതാണ്ട് മരണാസന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ആ കുട്ടി. അപ്പോഴാണ് സ്വാമി യാത്ര പോയി തിരിച്ചെത്തുന്നത്. സ്വാമി അടുത്ത് വന്നിരുന്ന് ആ കുട്ടിയെ തലോടി. പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് സുഖം പ്രാപിക്കുകയും മരണത്തെ തരണം ചെയ്തവൻ എന്ന പേരിൽ ആ കുട്ടിക്ക് മൃത്യുഞ്ജയൻ എന്ന് പേരിടുകയും ചെയ്തു. ആ കുട്ടി പിന്നീട് ശ്രീ കുമാരമംഗലത്തെ ശാന്തിയായി തന്ത്രിയായി അവിടെ 83 വയസ്സുവരെ സേവനമനുഷ്ഠിച്ചു. അവസാനം സമാധി സമയത്ത് തൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിന് എഴുതി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം സമാധിയായത്. ഇന്നും ക്ഷേത്രത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായി അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി മണ്ഡപവും ഉണ്ട്. ഇന്ന് ക്ഷേത്രം പുരോഗമനത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ്. 2 സ്കൂളുകളുണ്ട്, സ്വന്തമായൊരു ബാങ്കുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഒരു തങ്കരഥമുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി രഥമിറക്കി എഴുന്നള്ളിപ്പ് നടത്തുന്നുണ്ട്. ഭഗവാൻ ഇഷ്ട വഴിപാടായ ചൊവ്വാഴ്ച ഒറ്റ നാരങ്ങയും നെയ്വിളക്കവും ഭക്തജനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടകാര്യസിദ്ധിക്കും രോഗശമനത്തിനും വേണ്ടി പാനക പൂജ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ ശ്രീ കുമാരനെ പ്രതിഷ്ഠിച്ച് കുമരകത്തെ അതിൻ്റെ പരമോന്നതിയിലെത്തിച്ച ശ്രീ നാരായണ ഗുരുവിന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.